ഹലോ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മളെ സ്ഥിരമായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിലും നമ്മളെ വണ്ടിയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കും. ഇതിൽ ചിലതെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഇന്നും ചെയ്യുന്ന മിസ്റ്റേക്കുകളായിരിക്കും. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഒരു ലോങ് റണ്ണിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ശരിക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ചിലരെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത പാടെ ഒരു പരിധി കൂടുതൽ ആക്സിലേറ്ററൊക്കെ ചവിട്ടി പിടിക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് ശരിക്കും ദോഷമാണ്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും ഒരു ഐഡിൽ ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിക്കൊക്കെ ഉണ്ട്. അതായത് നമ്മൾ വണ്ടി ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ന്യൂട്രൽ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആക്സിലേറ്റർ ചെയ്യരുത്. അതായത് ഒരു 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെ ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി മൂവ് ചെയ്യാതെ അങ്ങനെ വണ്ടി ഐഡിൽ വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം രാവിലെ വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളത്തെ എഞ്ചിൻ ഓയിലൊക്കെ ഏറ്റവും അടിയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും പിസ്റ്റണും ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത പാടെ ആക്സിലേറ്റർ ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയൊന്നും നമ്മൾ ഓയിൽ എത്തിക്കാണില്ല. അപ്പോൾ അവിടെയൊക്കെ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും എന്തെന്ന് വെച്ചാൽ, ഇതൊന്ന് സർക്കുലേറ്റ് ആവാനുള്ള ഒരു സമയം കൊടുക്കണം. ആ സമയം ഒരു 30 സെക്കൻഡെങ്കിലും മിനിമം ഐഡിയിൽ നിർത്തുക. അപ്പം കറക്റ്റായിട്ട് എഞ്ചിൻ ഓയിലെല്ലാം സർക്കുലേറ്റ് ആയിട്ട് അതെല്ലായിടത്തും എത്തിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ വണ്ടി മൂവ് ചെയ്യാം. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയുള്ളൊരു കാര്യമാണ്. വേറെ ചിലത് കണ്ടിട്ടുണ്ട്. അതായത് വണ്ടി ഇപ്പോൾ രാവിലെയൊക്കെ വണ്ടി എടുത്ത പാടന്നെ ഭയങ്കര RPM വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്ത് പോകുന്നത് ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, രാവിലെയൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഐഡിൽ ടൈം കഴിഞ്ഞിട്ടും നമ്മൾ പയ്യെ ഒരു RPM, അതായത് ഒരു 1500 അല്ലെങ്കിൽ ഒരു 2000 ഒക്കെ മാക്സിമം അടിയിൽ തന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് ദൂരം വരെയെങ്കിലും നമ്മൾ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം വെച്ചാൽ, ശരിക്കും എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൃദയഭാഗം പോലെ തന്നെയാണ്. അത് നമ്മളെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ഭാഗത്തും എഞ്ചിൻ ഓയിൽ എത്താൻ കുറച്ചൊരു സമയം കൊടുക്കണം. വണ്ടിയുടെ എഞ്ചിനൊന്ന് വാം ആവാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഓടിച്ചോ, കുഴപ്പമില്ല. അപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് ഈ 2-3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളെ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് പെട്ടെന്ന് നിങ്ങളുടെ എഞ്ചിനെ ഇത് ബാധിക്കുമെന്നല്ല. ഒരു ലോങ് റണ്ണിലേക്ക് വരുന്ന സമയത്ത് എഞ്ചിൻ്റെ ലൈഫിനെ ഇത് ബാധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം എഞ്ചിൻ്റെ ലൈഫൊക്കെ കുറച്ച് കാലത്തേക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് ഐഡിൽ റൂളൊക്കെ കീപ്പ് ചെയ്തിട്ട് RPM ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക. അടുത്തായിട്ട് ഇതിൽ തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതായത് നമ്മൾ AC ഓഫ് ചെയ്തിട്ട് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, രാവിലെ എന്നല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം നിർത്തിയിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC കറക്റ്റ് ഓഫ് ചെയ്തിട്ട് ആ ഓഫിങ് കണ്ടീഷനിൽ മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കാരണം വെച്ചാൽ, എഞ്ചിൻ തന്നെ ഡയറക്റ്റ്, അതായത് ACയുടെ കംപ്രസറിലോട്ട് എഞ്ചിൻ തന്നെ ഡയറക്റ്റ് ബെൽറ്റ് വെച്ചിട്ട് പവർ എടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എഞ്ചിൻ, അതായത് കംപ്രസറിൻ്റെ ലോഡും കൂടി എടുക്കേണ്ടി വരികയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ അത് എഞ്ചിൻ്റെ ലൈഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ്റെ ലൈഫിനേക്കാൾ കൂടുതൽ അത് ബാധിക്കുക നമ്മുടെ സ്റ്റാർട്ടറിനെയാണ്. കാരണം വെച്ചാൽ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ലോഡ് മാത്രം എടുത്താൽ പോരാ സ്റ്റാർട്ടർ, അതായത് കംപ്രസറും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ളത് സ്റ്റാർട്ടിങ് സമയത്തിലെ ലോഡ് എടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്റ്റാർട്ടറിനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. വണ്ടി അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് AC ഓഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ആയതിന് ശേഷം നിങ്ങൾക്ക് AC ഓണാക്കാം. ആ ഒരു സമയം നിങ്ങൾ എന്തായാലും കൊടുക്കുക വണ്ടിക്ക്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഗിയർ ഷിഫ്റ്റിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പം ഇന്നും പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും, നമ്മൾ തന്നെ കാണുന്നതാണ്. അപ്പം ഷിഫ്റ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ഹൈ റവിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ചെയ്തോ, കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഡൗൺ ഷിഫ്റ്റ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്യുക. കാരണം വെച്ചാൽ, വണ്ടി ഭയങ്കര വിറപ്പിച്ച് ഭയങ്കര എരപ്പായിട്ട് വണ്ടി എടുക്കുന്ന ഒരുപാട് പേര് നമ്മൾ തന്നെ കാണുന്നതാണ്. നമ്മൾ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം ഡൗൺ ഷിഫ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക. കാരണം വെച്ചാൽ, ഓരോ ഗിയറിനും ശരിക്കും പറഞ്ഞാൽ ഓരോ ഗിയറിനും ഒരു RPM ലിമിറ്റ് ഉണ്ടായിരിക്കും. അത് അതിലും കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ വളവ് വളയ്ക്കുന്ന സമയത്തും പിന്നെ
പ്രധാനമായിട്ട് നമ്മളിത് കാണുന്ന കയറ്റം കയറുന്ന സമയത്തൊക്കെയാണ്. അവർക്ക് ആ ഒരു ഗിയർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള പോലെയാണ്. പ്രോപ്പറായിട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺഗ്രേഡ് ചെയ്യാത്തൊരു സിറ്റുവേഷനൊക്കെ വരിക, വണ്ടി ഭയങ്കര വിറപ്പിച്ചിട്ടൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എഞ്ചിന് വളരെയധികം എഫക്ട് ചെയ്യും. അത് കറക്റ്റായിട്ട് ബേണിംഗ് ഒന്നും നടക്കില്ല. എഞ്ചിൻ്റെ ഉള്ളിൽ കാർബൺ ഡെപ്പോസിറ്റ് വരാനുള്ള സാധ്യതയും പിന്നെന്താ പറയുക ഗിയർ ഷിഫ്റ്റിനെ ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, അതിലൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക്. മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിലൂടെ നിങ്ങൾക്ക് നല്ലൊരു മൈലേജും കിട്ടും. അപ്പം അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് എൻജിൻ ബ്രേക്കിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മൾ പലരും എൻജിൻ ബ്രേക്കിംഗ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളായിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്കിൻ്റെ മാത്രം ഒരു ഇതും മതിയാവില്ല, എൻജിൻ ബ്രേക്കിംഗ് കൂടി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ എൻജിൻ ബ്രേക്ക് തന്നെ ചെയ്യേണ്ടി വരും. അപ്പം എൻജിൻ ബ്രേക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എൻജിൻ ബ്രേക്കിനെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മളിപ്പം എൻജിൻ ബ്രേക്കിംഗ് ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അത് നോർമലാണ്, നമുക്ക് അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു മയത്തിലൊക്കെ ബ്രേക്കും കൂടി അപ്ലൈ ചെയ്തിട്ട് എൻജിൻ ബ്രേക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ പെട്ടെന്നൊക്കെ ഒരു 5th ഗിയറിന്നോ അല്ലെങ്കിൽ 4th ഗിയറിന്നൊക്കെ നമ്മളൊരു സെക്കൻഡിലേക്കോട്ട് പെട്ടെന്ന് ഡൗൺഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അത് ഗിയർ ബോക്സിന് വലിയൊരു ലോഡ് വരുവാണ്. കാരണം വെച്ചാൽ ഒരു 5th ഗിയറിൽ പോകുന്ന പറഞ്ഞാൽ 5th ഗിയറിനുള്ള RPM സ്പീഡും ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവുക. പെട്ടെന്നൊരു 3ഡിലേക്കോ അല്ലെങ്കിൽ ഒരു 2ണ്ടിലേക്കൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിന് വലിയൊരു ലോഡാണ് അവിടെ വരുന്നത്. അപ്പം ഒന്ന് നൈസായിട്ട് ബ്രേക്കൊക്കെ ചെയ്തിട്ട്, അതായത് എമർജൻസി സിറ്റുവേഷൻ അല്ലാത്ത സമയത്താണ് ഞാൻ പറയുന്നത്, ബ്രേക്ക് കൂടി അപ്ലൈ ചെയ്തിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അതാണ് എൻജിൻ ബ്രേക്കിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മളിൽ ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണത്. അതായത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാതെയും നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലച്ചിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്ന ഒരു ശീലമാണത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ കാണുന്നതാണ്. അപ്പം ക്ലച്ചിൻ്റെ മുകളിൽ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ മറ്റേ ഹാഫ് ക്ലച്ചൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾ ക്ലച്ചിൽ കാല് വെച്ചാൽ മതി. അല്ലാതെ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത്, ഇപ്പോൾ ഈ വണ്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാല് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. കുറേ വണ്ടികൾക്ക് ഉണ്ട്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ അടിയിലേക്ക് കാല് ഇറക്കി വെച്ചോളണം. കാരണം വെച്ചാൽ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ക്ലച്ചിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് തേഞ്ഞു പോകാൻ വേറെ എവിടെയും പോകണ്ട, പെട്ടെന്ന് തീരുമാനമായിക്കോളും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ക്ലച്ച് ഡിസ്ക് തേഞ്ഞു പോകുന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് കിട്ടേണ്ട ഒരു ലൈഫ് ഉണ്ടാവും ക്ലച്ച് ഡിസ്കിന്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ ആ ലൈഫ് നമുക്ക് എന്തായാലും കിട്ടില്ല. അതാണ് പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്തായാലും ചെയ്യുക. ശരിക്കും ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരുന്നത്. അപ്പം നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.